ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് എല്ലാ മക്കൾക്കും ശാന്തിയും സമാധാനവും. പിന്നെ എന്താ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഭഗവത് കൃപ, മഹാമായ ദേവിയുടെ കൃപ നമുക്കുണ്ടാകുന്നതിന് യോഗവും സിദ്ധിയും, അത് നമുക്ക് അമ്മയാണല്ലോ പ്രാർത്ഥിക്കുക വിദ്യയ്ക്ക് വേണ്ടി. അപ്പോൾ അതിന് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. അമ്മ നമുക്ക് വേണ്ടുന്ന കൃപ തരണം. അതായത് നമുക്കും ലയം ഉണ്ടാകണം. അമ്മയുടെ കൃപ വന്നെങ്കിൽ നമുക്കും ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. നേരായ ഒരു മാർഗം വഴി തരണ്ടേ, അതിനു വേണ്ടി നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. ഈ യോഗവും സിദ്ധി എന്നുള്ളത് മക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഓരോ പടിപടി മുന്നോട്ട് നടന്ന് പോകണമെങ്കിൽ ഇതൊക്കെ ഓരോന്ന് പഠിച്ച് പോകണം. എന്നാലല്ലേ ഇത് എല്ലാ ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നതും നമ്മുടെ നിഷ്കളങ്കമായ ഒരു ഹൃദയവും എല്ലാം ഉണ്ടായി വരണ്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ ഓരോ ഖണ്ഡിക ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഭാഗവതം മാത്രം വായിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ അതത്ര ശ്രദ്ധിക്കത്തില്ല. എന്തൊക്കെ അതിൽ പറയുന്ന അങ്ങ് മറന്നും പോകുന്നുണ്ട്. ഇത് നമുക്ക് പ്രത്യേകിച്ചൊന്ന് പഠിക്കാം. നമുക്കതുകൊണ്ട് ഇന്ന് നമുക്ക് ഒന്ന് സ്തുതിച്ചിട്ട് ഭഗവാനെ തന്നെ ഒന്ന് സ്തുതിക്കാം. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം. സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാമി സഹിതം നമാമി. സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാമി സഹിതം നമാമി. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം. സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാമി സഹിതം നമാമി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യോഗവും സിദ്ധിയിൽ നമ്മൾ പറഞ്ഞു അമ്മയെ സ്നേഹിക്കത്താം. നമ്മൾ എത്രത്തോളം അമ്മ മഹാമായേകുന്ന പരാശക്തി നമ്മുടെ ഉള്ളിലുള്ള ആ ദേവിയെ ആത്മഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. എങ്ങനെയാ? മാതരം ആത്മഭാവാൽ മാതാവിന് അർപ്പിക്കുക സുമാല്യം. മനസ്സും സുമാല്യം, നല്ല പുഷ്പം അർക്കും. മനമലര്, നമ്മുടെ മനസ്സാകുന്ന പുഷ്പം നല്ല. എന്താ ആ മനസ്സിന് അത്ര സൗന്ദര്യം പറയാൻ കാരണം? സുമാല്യം. മനസ്സ് അത്രമാത്രം എന്താ, എല്ലാം തികയണം. മനസ്സ് കളങ്കം പാടില്ല. ശുദ്ധ ഹൃദയമാകുന്നവർ നല്ലൊരു ഉടമയാവണം. ഒരു ദോഷവും ഉണ്ടാവാത്ത ഒരു ഹൃദയമാകണം. അപ്പോഴാണ് അത് നല്ല മനസ്സാണ്. അതാണ് സുമാല്യം. അങ്ങനെയുള്ള മനസ്സ് നമ്മൾ ആക്കണം. ഇല്ലെങ്കിൽ അല്പമെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുത്ത് നന്നാക്കിയിട്ട് വേണം അമ്മയ്ക്ക് അർപ്പിക്കാൻ. ദേവി മഹാമായയ്ക്ക് അത്രമാത്രം നമ്മൾ നന്മയുള്ള പുഷ്പം, നമ്മൾ വെളിയിൽ നിന്ന് വനമലർ ഏതെങ്കിലും വാടിയതോ എന്തെങ്കിലും പുഴുക്കുത്തുള്ളതോ എന്തെങ്കിലും അങ്ങനെയുള്ള പുഷ്പം നമ്മൾ അർച്ചിക്കുമോ? അമ്മയ്ക്ക് ഭഗവാനൊക്കെ അർച്ചിക്കുമോ? പുഷ്പം കൊടുക്കുമോ? അപ്പം എന്താ അതിനർത്ഥം? കേടുപാടൊന്നും പാടില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിന് ഒരു കേടും പാടും പാടില്ല. ഹൃദയം ശുദ്ധമായിരിക്കണം. നല്ല ശുദ്ധ പുഷ്പമായിരിക്കണം ആ മനസ്സ്. അതാണ് ഇവിടെ സുമാല്യം. അത് നമുക്ക് എടുത്തു പറയാനുള്ളതാണ് ഇവിടെ. എൻ്റെ ഊഹമാണ്. ഇതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം എനിക്കിത് ആരും പറഞ്ഞു തന്നിട്ടല്ല, ഇത് നമ്മൾ അങ്ങനെ ആയതാണ്. അതുകൊണ്ട് ഇത് എൻ്റെ എല്ലാ മക്കൾക്കും എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എല്ലാവരും പല രീതിയിലാണല്ലോ ജനനം. കഴിഞ്ഞ ജന്മങ്ങളുടെ സുഹൃതം പോലെ ഇരിക്കും ഓരോരോ ജന്മങ്ങളുടെ അളവുകോലുകൾ. അപ്പോൾ ചിലർക്ക് ജന്മനാ തന്നെ ഇതെല്ലാം സംഭവിക്കും. ആരും പറഞ്ഞു തരാതെ തന്നെ ഉള്ളിൽ ഇതെല്ലാം കാണും. ശുദ്ധമായ ഹൃദയവും നിഷ്കളങ്കമായ ഒരു മനസ്സും ഒരു സത്യത്തെ നിലർത്തുന്നതും നീതി ന്യായങ്ങളും എല്ലാം അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഇത്രയും പ്രാർത്ഥിച്ച് എന്താ പറയുക, അമ്മ നമ്മളിലെല്ലാം കാരണം അങ്ങനൊരു ശുദ്ധ ഹൃദയം ജന്മന ഉണ്ടെങ്കിൽ അമ്മ നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം വന്ന് നമ്മുടെ ഉള്ളിൽ സംഭവിപ്പിക്കും.
അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതാണ് സംഭവം. നമുക്കൊക്കെ ഇത് എങ്ങനെ വന്നു, ഇതെങ്ങനെ നമ്മൾ തന്നെ ചോദ്യമുണ്ട്. പക്ഷേ നമുക്കിത് മനസ്സിലാവും. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇതെല്ലാം നേരത്തെ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ചെയ്ത് വെച്ചതിൻ്റെ ബാലൻസ് ആയതുകൊണ്ട് നമുക്കുള്ള ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അമ്മ അതിന് ബാക്കി തന്നാൽ പോരെ. ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഇതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അത് വരുത്തണം. നമ്മളിതെല്ലാം നന്നാക്കി എടുക്കണം. ഒന്നുമില്ലെങ്കിൽ ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മം സുഖതമായി ഇത് അനുഭവിച്ച് പോകാമല്ലോ. അതുകൊണ്ട് മാതാവിനർപ്പിക്കുക മനസ്സുമാല്യം, നല്ല മനസ്സാകുന്ന മാല്യം അർപ്പിക്കുക. പ്രേമ മഹാദേവി നിനക്ക് ലക്ഷ്യം സേവിപ്പതിനാരിക വേറെ ആരെയും നമ്മൾ സേവിക്കേണ്ടത് അമ്മയല്ലാതെ, നമ്മളെ ജനിപ്പിച്ച മാതാവിനെ അല്ലാതെ വേറെ ആരോട് അത്രത്തോളം അമ്മയും മക്കളെന്ന് പറഞ്ഞാൽ അത്രത്തോളം അതിനൊരു ഉറച്ച അതിനൊരു അലുക്കുലുക്കൊന്നുമില്ല. അത്ര കറക്റ്റായ കാര്യം അമ്മ എന്ന്. അതാണ് നമുക്ക് അമ്മ. ലോകമാതാവാണ് എല്ലാവരുടെയും അമ്മ. അപ്പോൾ ആ അമ്മയെ നമുക്ക് എല്ലാം അർപ്പിക്കണം. നമുക്കുള്ള മനസ്സിലുള്ളതും നമ്മുടെ ദുഃഖ ദുരിതങ്ങളും എല്ലാം എന്തുണ്ടോ ഇതൊക്കെ നമ്മൾ വനത്തിലെങ്ങും അല്ലല്ലോ പോയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ കഴിയുമ്പോൾ തന്നെ ഒരുപാട് ദുഃഖവും ദുരിതങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ തന്നെ എന്തെല്ലാം അനുഭവിച്ചാൽ മുന്നോട്ട് പോകുന്നത്, അതെല്ലാം അമ്മയെ അർപ്പിക്കാനാണ് പറയുന്നത്. എന്തുണ്ടെങ്കിലും നമ്മളെ കുറ്റമുണ്ടോ, അതോ അമ്മേ ഞാൻ ഇന്ന കുറ്റം ഇന്ന് ചെയ്തു പോയല്ലോ അമ്മേ, അതെല്ലാം അമ്മയിലങ്ങ് അർപ്പിക്കുക. മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കണോ, അതും അമ്മേ എന്നെ ഇനിയോനെ വിഷമിപ്പിക്കുന്നു അമ്മേ എന്നും പറഞ്ഞ് നമുക്കെല്ലാം അങ്ങ് അമ്മയെ അർപ്പിക്കുക. അതുകൊണ്ട് ഇത് പ്രേമം മഹാദേവി നിനക്ക് ലക്ഷ്യം. നമ്മൾ പ്രേമം അത്രമാത്രം സ്നേഹമാണ് അമ്മയോട്, നമുക്ക് സ്നേഹമാണ്. എന്തൊരു സ്നേഹമാണ്, പ്രേമമാകുന്ന അത്ര വളരെ സ്നേഹത്തിനും അതീതമായ അതൊക്കെ മേലെയാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് അമ്മ നമുക്ക് ലക്ഷ്യം തരും. അങ്ങനെ അമ്മയെ സ്നേഹിച്ചാൽ പ്രേമിച്ചാൽ. അല്ലാതെ നമ്മൾ ആരെയാണ് സേവിക്കേണ്ടുന്നത്? കാരണം സേവിപ്പതിന് ആരിഹ, ആരാ ഇവിടെ ഈ ഇവിടെ വേറെ ആരാ നമുക്കുള്ളത് അമ്മയല്ലാതെ? ആരും അമ്മയെ പോലെ ഒക്കത്തില്ല. അതുകൊണ്ട് ആണ് പ്രിയം അവളോട് മാത്രമായി വരട്ടെ, അവളുടെ രൂപമെടുത്ത് പുത്രനാകൂ. അപ്പോൾ അവളുടെ രൂപം എന്താണ്? ആത്മഭാവമാണ്. അമ്മയ്ക്ക് എന്താ ഒരു പവറല്ലേ, ശക്തി സ്വരൂപിണിയല്ലേ, മഹാമായ ആ ദിവ്യ സരസ്വതി മഹാലക്ഷ്മി എല്ലാം അമ്മ എന്നല്ലേ. അത് നമ്മുടെ ഉള്ളിൽ എന്തായി നിൽക്കുന്നത്? ആത്മഭാവത്തിലാണ്. പരമാത്മാവും ഈ അമ്മയെല്ലാം ഏകമാണ്. അപ്പോൾ ഇത് ആത്മഭാവമല്ലേ. പരമാത്മാവെന്ന് പറയുന്നത് തന്നെ അമ്മയും മാതാവും പിതാവും തന്നെയാണ്. അപ്പോൾ ആത്മഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പ്രിയം അവളോട്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ പ്രിയം അമ്മയോട് മതി, അമ്മയോട് മായി വരട്ടെ. അവളുടെ അമ്മയുടെ രൂപമെടുത്ത് നമ്മൾ പുത്രനാകൂ, ഒന്നീ മകളോ മകനോ ആകൂ. തവ നിലവേലാതെ ഭക്തിയുക്തം സുരകുല സംഭവ ലയിക്കുക. അമ്മയിൽ നീ ലയിക്കുക, നമ്മൾ അമ്മയിൽ തന്നെ ചേരുക. അമ്മയും മകനോ മകളോ, നമ്മൾ മകനാവാം മകളാവാം. ഞാനാണെങ്കിൽ ഇപ്പം മകള്. അപ്പം നമ്മൾ ആരോ ഇപ്പം ഇത് ഒരു പുരുഷനും എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഇവിടെ ആ മക്കൾക്കും ഇത് കേട്ട് പഠിക്കാം ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഒരു പുത്രനാകുമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യഥാർത്ഥ മക്കളാകണം. അത്രമാത്രം സ്നേഹം പ്രേമവും കൊണ്ടാണ് അത് വരുന്നത്. അത് അമ്മ അല്ലാതെ നമുക്ക് വേറൊന്നും ഇല്ല. അമ്മയുടെ ഒട്ടി നിൽക്കുക, അവസാനം ഒട്ടി നമ്മുടെ ആ അമ്മ നമ്മളെ ആ ആത്മഭാവത്തിൽ ആ പുത്രനെ ഒന്നായി ലയിക്കുക. അതാണ് ലയിക്കുക. സുരകുല സംഭവ നീ ലയിക്കുക തായിൽ അമ്മയിൽ നമ്മൾ ലയിക്കുക എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് നമ്മൾ പഠിച്ചത്. നമുക്കിനി അടുത്ത ഖണ്ഡിക എന്താന്ന് നോക്കാം. ശ്രവണ മനനഗാന രോദനങ്ങൾ മുറവിളി കീർത്തനം എന്നിതൊക്കെയും നീ പ്രിയലും അവൾക്ക് പൂജയായി കനവരതം വിബുധേന്ദ്ര ചെയ്യുക നല്ലു. ശ്രവണം എന്ന് വെച്ചാൽ കേൾക്കുക. മനനം നമ്മൾ മനസ്സിനകത്ത് എന്തെങ്കിലും നമുക്ക് അറിവുള്ളതോ വല്ലതും ആരുടെ കാര്യങ്ങളോ നമ്മുടെ കാര്യങ്ങളോ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്. പിന്നെ ഗാനം, നമ്മളെപ്പോഴും എന്തെങ്കിലും നാമങ്ങൾ സ്തുതിച്ചുകൊണ്ട് അമ്മയെ വാഴ്ത്തിയും പുകഴ്ത്തി നടക്കുന്നതും. രോദനം, ചിലപ്പോൾ ഇതും കാണും രോദനവും കാണും, വിഷമം കൊണ്ട് കരയുകയും ചെയ്യും. ഇതും പിന്നെ മുറവിളി, അത്ര ദുഃഖമുള്ള വിഷമങ്ങൾ നമുക്ക് വന്നാൽ വലിയൊരു മുറവിളിയായിപ്പോവും. അത് ആത്മീയമായി നേടാനും മുറവിളി വരും. നമുക്ക് എന്തെങ്കിലും ഈ ലോക ചിന്തയിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം കുടുംബത്തെ നമ്മളൊരു കുടുംബമായിട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഇതിൽ വരും. മക്കളും ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും എല്ലാവരോടും കഴിയുമ്പോൾ പല പ്രശ്നങ്ങൾ വരും. ചിലപ്പം കേൾക്കേണ്ടാത്തത് കേട്ടെന്ന് വരും. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ ഹൃദയം പൊട്ടി മുറവിളി കൂട്ടിപ്പോവും. സഹിക്കാൻ ശക്തിയില്ലെങ്കിൽ വലിയ മുറവിളിയായിപ്പോയി ഏങ്ങി കരഞ്ഞു പോകും. അപ്പോഴെന്ത് വന്നു? ഈ മുറവിളി, പിന്നെ കീർത്തനം, ദൈവമേ എന്നുള്ള ആരാധനകൾ, ഈശ്വരൻ്റെ ആരാധനകൾ, അത് ആൺപെൺ, അതായത് പരമാത്മാവിന് ആണോ പെണ്ണോ അല്ല. നമ്മൾ ശിവശക്തി എന്ന് പറഞ്ഞിട്ട് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും നമ്മൾ ദേവനും ദേവിയും ഏത് നാമമായാലും അമ്മ എന്നുള്ള മനസ്സ് മതി. ഭഗവാൻ കൃഷ്ണൻ്റെ നാമവും ചെല്ലാം, ദേവിയുടെ നാമവും ചെല്ലാം, എല്ലാം ഈശ്വരാരാധന തന്നെയാണ്. അവിടെ
പരമാത്മാവിന് ആണും പെണ്ണും പ്രത്യേകിച്ചല്ല, എല്ലാം കൂടെ ചേർന്ന് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് പരബ്രഹ്മം. അതിൽ നിന്നാണ് ശിവശക്തി എന്നൊക്കെ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ച് വെച്ചത്. എല്ലാം ഈശ്വരൻ ഏകനാണ്, പരമാത്മാവാണ്. അതുകൊണ്ട് കീർത്തനം, മുറവിളി, ശ്രവണ കേൾക്കുക, മനന, ഗാനം, മനസ്സിൻ്റെ ഗാനം, രോദനം, ഇതെല്ലാം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ മുറവിളിയും കീർത്തനം എന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കും, പാട്ട് പാടും, ഭഗവാന്റെ സ്തുതികൾ സ്തുതിക്കും, വാഴ്ത്തും, പുകഴ്ത്തും, അതിനിടയ്ക്കൂടെ കരയും. ആരും ദുഃഖിപ്പിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. ഇതൊക്കെ ആദ്യ ചുവടുകളാണ്. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങ് ഏറ്റവും ലയിച്ച് ഇതിൽ നിന്നെല്ലാം സാക്ഷാത്കാരം വരുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് ഒന്നിനും ഒന്നല്ലാതെ നമുക്ക് പിന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇതൊക്കെ ആദ്യ പടികളാണ്. മക്കൾക്കത് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ ഇതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അമ്മയിൽ അർപ്പിക്കണം എന്നാണ്. കാരണം പ്രിയം ഇയലും അവൾക്ക് പൂജയായി അനവരതം വിബുധേന്ദ്ര ചെയ്യുക നല്ലത്. ഈ മുറവിളി ആയാലും ആരും ദുഃഖിപ്പിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ വേദനയായാലും പാട്ടായാലും എന്തുവാ ശ്രവണ കേൾക്കുന്ന എല്ലാം എന്ത് ചെയ്യണം അന്നെന്നുള്ളതെല്ലാം ഇതെല്ലാം ആ അമ്മയിലേക്ക് അർപ്പ. എൻ്റെ മനസ്സിൽ പിന്നൊന്നുമില്ല. എന്താ കാരണം? ധ്യാനിക്കാനാ. ഇതെല്ലാം ഇറക്കി അങ്ങ് അമ്മയിലേക്ക് അർപ്പിക്കുക, പൂജയായി കൊടുക്കുക. നമ്മൾ വല്ലവരും ചിലപ്പോൾ പറയും, പിന്നെ ഇപ്പം മക്കൾ നമ്മളെ വഴക്ക് കൂടുന്നു, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ഒന്ന് പറഞ്ഞു, അന്ന് രണ്ടടിച്ചു. തള്ളമാർക്ക് അടിക്കാൻ അവകാശം. ചിലപ്പോൾ അവർക്ക് ദുഃഖമായി മാറും, നമുക്ക് അതിനേക്കാളും പ്രയാസമായി വരും. ഇതെല്ലാം കൂടെ എന്ത് വേണം? നമ്മൾ ഇതും കൊണ്ടിരുന്നാൽ ധ്യാനം നടക്കൂ. അതുകൊണ്ട് ഇതെല്ലാം അത് നല്ല സന്തോഷമായിട്ട് തന്നെ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ഇതൊക്കെ ഇതെല്ലാം ലോകത്തിൻ്റെ നിയമങ്ങളാണ് എന്നങ്ങ് മനസ്സിൽ ഇതെല്ലാം അമ്മേ, ഇത്രയെല്ലാം ഇന്നത്തെ കാര്യങ്ങളാണ്, എൻ്റെ പൂജയാണ് അമ്മേ, ഇതെല്ലാം അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിൽ നിന്ന് വയ്ക്കുക. പിന്നെ നമ്മളെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? നിഷ്കളങ്കമായ ഹൃദയം ആയില്ലേ? ശുദ്ധമായില്ലേ? എന്നിട്ട് ഇരുന്നങ്ങ് ധ്യാനിക്കുക. കാരണം ഇത് ഭഗവാൻ ഒരിക്കലും കെറിയിക്കത്തില്ല. കാരണം ഈ ലോക ജീവിതം അങ്ങനെയാണ്. അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിപ്പാനാണ് ഇതൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ലോകത്തുള്ളതെല്ലാം, കാരണം അവിടെ ത്രിഗുണങ്ങളുള്ള ലോകമാണ്. ഈ പ്രപഞ്ചം ത്രിഗുണം വെച്ചാൽ 3 ഗുണങ്ങളോട് കൂടിയതാണ്. ഇത് എല്ലാം വ്യാപിച്ച് എല്ലാവരിലും ഉണ്ട്. അപ്പം ചിലപ്പം ക്രോധം വരും, ചിലപ്പോൾ നല്ല സാത്വികനായിട്ടിരിക്കും, ഭക്തനായിട്ടിരിക്കും. അങ്ങനെ പല പല രീതി നമ്മുടെ കുടുംബത്തിൽ 4 പേർക്കും 4 സ്വഭാവമായിരിക്കും. 3 ത്രിഗുണമുള്ളെങ്കിലും ഈ ഓരോരുത്തർക്കും 3 ഗുണം കണ്ടിട്ട് ഇതെല്ലാം ചേർന്നൊരു ഗുണം കാണും. അതപ്പം 4മത്തെ ഗുണമായില്ലേ? സാത്വികവും രാജസവും താമസവും ചേർന്നൊരു ഗുണമായ അത് 4മത്തെ ഗുണമെന്ന്. അപ്പം 4 പേർക്കും 4 ഗുണമായിരിക്കും. ആകെ 3 ഗുണമേ ഉള്ളൂ. ഒരാൾക്ക് സാത്വികം, ഒരാൾക്ക് രാജസം, ഒരാൾക്ക് തമോ ഗുണം. ഈ 4മത്തെ ആൾക്ക് എല്ലാം ചേർന്നൊരു അവിയൽ പരുവം, കൂട്ടവിയൽ പോലെ എല്ലാം കൂടെ ഇട്ടുള്ള. അപ്പോൾ നോക്കുമ്പോൾ 4 പേർക്ക് 4 സ്വഭാവമല്ലേ? എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പക്ഷെ നമുക്ക് മുന്നോട്ട് പോവുകയും വേണം. നമുക്ക് ഈശ്വരങ്ങൾ ലയിക്കണം. നമുക്ക് ഭഗവാനെ നമ്മളുടെ മനുഷ്യജന്മം എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ ഈ ജന്മത്തിന് വിധിയില്ലാത്തവരും ഇതിന് തുനിയത്തില്ല. ഇത് കഴിഞ്ഞ ജന്മത്തെ സുഹൃതമുള്ളവരെ ഇതൊക്കെ വായിക്കാനും പഠിക്കാനും എന്താണെന്ന് തിരക്കാനും ശ്രദ്ധിക്കും. എല്ലാത്തിനും ഇത് കളഞ്ഞിട്ട് വേറെ കോമഡി പരിപാടി ഉണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ സിനിമ ഇതൊക്കെ. പക്ഷെ ഇത് വേണ്ടുന്നവർക്കാണ് ഇത് ഞാൻ തരുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് ഈ എന്ത് വഴക്ക് കൂടിയാലും വിഷമിച്ചാലും ആരെ ഒന്ന് അടിച്ചാലും പഠിച്ചാലും എല്ലാം നമ്മളതിൽ ഖേദിക്കണ്ട. അത് കഴിയുമ്പോൾ രാത്രി കഴിഞ്ഞിട്ട് പകൽ വരുന്നത് പോലെ ഇതങ്ങ് പോകും. ആ പകൽ വരുന്നിട്ട് പിന്നെ രാത്രി വരുന്നത് ഇതെല്ലാം ഇങ്ങനെ ഇടപെട്ട് പൊക്കോളും. ഇത് ഒരുവിധം പഠിച്ച് യഥാർത്ഥ ജ്ഞാനി ആകുമ്പം പിന്നെ ഇതിലൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് നടക്കത്തുമില്ല. ഇതിലൊന്നും നമ്മൾ നോക്കിയില്ല, കാണിയില്ല, കേൾക്കുകയില്ല, ഒന്നുമില്ല. ഒരു സമചിത്തതയായി മാറും. യഥാർത്ഥമായി നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ ഒരു ജ്ഞാനിയാകുമ്പോൾ, പരമാത്മാ ലയിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതുവരെ നമ്മളിതെല്ലാം വരും. അതിന് ഈശ്വരന് ഒരു കെറുവും വരത്തില്ല. അത് നിങ്ങൾ ഭയക്കേ വേണ്ട, അയ്യോ ഞാനിന്ന് ഇന്ന ദിവസം ചെയ്തു പോയല്ലോ. നമ്മളുടെ കുടുംബത്തിൽ താമസിക്കുന്നതെല്ലാം ഉണ്ട്. അതങ്ങനെ വച്ചേക്കുന്നതാണ് ഈശ്വരൻ. അതിൽ നിന്ന് ഈ കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിൽ കൂടി വേണം നമ്മളിത് എടുക്കാനും. അല്ലാതെ ഈ വനങ്ങളിൽ പോയിരുന്നിട്ട് എന്താ കാര്യം? അവിടെ ആരെങ്കിലും ശല്യത്തിന് ചെല്ലുമോ? അവിടെ ചുമ്മാ അത് ധ്യാനിച്ചാൽ പോലെ എന്താ വിഷമം? ഒരു വിഷമവും ഇല്ല. അവർക്കൊന്നും ഒരു എളുപ്പമാണ്. പക്ഷെ നമുക്കാണ് പ്രയാസം. ഒരു കുടുംബത്തിലുള്ളവർക്ക് ഇപ്പോൾ ഭർത്താവിനായാലും കാരണം വീട് അന്വേഷിക്കണം, മക്കളെ നോക്കണം, ഭാര്യ നോക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണം ഇതിനും പോകാൻ. അതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിന് വേണം ചെയ്തു കൊടുക്കണം, മക്കൾക്ക് വേണം ചെയ്തു കൊടുക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ധ്യാനിക്കണം. അതല്ലയോ ഏറ്റവും വലുത്. ഈ ഗൃഹസ്ഥാശ്രമത്തിൽ കൂടി ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും വലിയ കഠിനാധ്വാനം. അവിടെയാണ് ഏറ്റവും നല്ല മഹിമയുള്ളത്. അങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമിയെ അങ്ങനെ വരുമ്പോഴാണ് അവിടെ മാഹാത്മ്യം വരുന്നത്. എന്നുവെച്ചാൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ഇതിൽ തരണം ചെയ്ത് പോകണം. എന്നിട്ട് എല്ലാത്തിനും തന്നെ ത്യജിക്കുക. മനസ്സുകൊണ്ട് ത്യജിച്ചാൽ മതി. എല്ലായിടത്തും ദൂരെ എറിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ? എല്ലാം ധ്യാനിക്കുമ്പോഴും ഈ പ്രവൃത്തിയെല്ലാം നന്നായി പ്രവൃത്തി വേണം. ധ്യാനിക്കാനെല്ലാം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും അപ്പോൾ ചിന്ത ഈ മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ നമുക്ക് ലയിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇരിക്കാന്നേ ഉള്ളൂ. ആത്മാവിൽ ലയിച്ച് ഈശ്വരങ്ങളിൽ ചേരണമെന്നുണ്ടെങ്കിൽ അത്
കുറേശ്ശെ അങ്ങനെ ആയി വരും. നമ്മൾ പ്രായവും കഴിഞ്ഞ് വരും. അപ്പോൾ നമുക്കെല്ലാം മനസ്സിൽ നിന്നും പോകും. പിന്നെ ഇതിനകത്തൊന്നും യാതൊരു ശ്രദ്ധയില്ല അങ്ങ് ആവും. അത് അപ്പോൾ എന്നെ പോലെയൊക്കെ അങ്ങ് ആവും. ചിലപ്പോൾ എന്നെക്കാളും കൂടുതലായിരുന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാം ഈ കീർത്തനങ്ങളും ഗാനങ്ങളും മുറവിളിയും കരച്ചിലും പിന്നെ എന്താ വിഷമങ്ങളും എല്ലാം കേൾക്കുന്നതും മനനം എല്ലാം നമുക്ക് എന്ത് വിഷമം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും കരഞ്ഞാലും ചിരിച്ചാലും എന്തുണ്ടെങ്കിലും ഭഗവാനെ അമ്മേ ദേവി എൻ്റെ അമ്മയാണ് ഇതെല്ലാം. അമ്മയല്ലേ നമ്മളിവിടെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുന്നത്. ഈ പ്രസവിച്ച് നമ്മളെ വളർത്തി ആ ചുവട് അവിടെ നിന്നല്ലേ വന്നേക്കുന്നത്. ഇന്നും നമ്മൾക്ക് വേറെ ഈ അമ്മമാർ പലരും ഇങ്ങനെ വരുന്നതൊക്കെ ഈ പഞ്ചഭൂതത്തിനടുത്ത ശരീരം കൊണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ ചുവട് അവിടുന്ന് ആ മൂലപ്രകൃതിയിൽ നിന്നാണ് നമ്മൾ വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ അമ്മ ആരാ? ഈ ലോകമാതാവാണ്. അതുകൊണ്ട് നമുക്ക് അമ്മയടുത്ത് ഒന്നും പറഞ്ഞെന്ന് വെച്ച് ഒരു വിഷമെല്ലാം നിറവോടി നമ്മൾ ശുദ്ധമായ ഹൃദയത്തോട് കളങ്കമില്ലാതെ എല്ലാം അർപ്പിക്കണം. ഒരു രഹസ്യം അമ്മ അറിയാത്ത വല്ലതും ഉണ്ടോ? അതുകൊണ്ട് നമുക്ക് രഹസ്യമൊന്നും, അതാണ് ശുദ്ധമായ മനസ്സ് വേണം. ഒരു കളങ്കം പാടില്ല. സത്യമായി വേണം എല്ലാം നടത്താം. അതുകൊണ്ട് ഒന്നുകൊണ്ടും നമുക്കൊരു ഒരു ഒരു സൂചി മുന പോലും നമ്മളെ ഉള്ളിൽ കളങ്കം പാടില്ല, കള്ളത്തരം പാടില്ല. എല്ലാം നേരായ വഴി തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് അപ്പോഴീ പ്രേമത്തഴപ്പ് അവനെ ഉണ്ടാകും. ഇതെല്ലാം ഒന്ന് ചേരുമ്പോൾ നമ്മുടെ പ്രേമത്തിന് അത്രമാത്രം ശക്തി ഉണ്ടാവും. ഒരു വാഴയ്ക്ക് നമ്മൾ നല്ല വെള്ളവും വളവും എല്ലാം ഇട്ട് പിന്നെ എന്താ പറയുക വളവും എല്ലാം ഇട്ട് വരുന്ന ആ വാഴക്കുള്ള ഇലയ്ക്കൊക്കെ എത്ര വലിയ ഇലയും വലിയ കൊലയും ആയിരിക്കും. അതെന്താ അത്രമാത്രം വളം ചെല്ലുന്നു. അതുകൊണ്ട് നമുക്കുള്ള വളം എന്താണ്? പ്രേമത്തിന് വേണ്ടുന്ന വളം ഈ ശുദ്ധ ഹൃദയവും നല്ല സൽപ്രവർത്തികളും എല്ലാം കൂടെ ഭക്തിയും അത്രമാത്രം പ്രേമമാകുന്ന അതിഭയങ്കരമായ സ്നേഹമായിട്ട് വളം അങ്ങോട്ട് ഈ എല്ലാം കൂടെ ഒത്തൊരുമ ആ പ്രേമത്തിന് ആഴമേറും. അത്രമാത്രം കഠിനമായ ദേവിയോട്ടുള്ള പ്രേമമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് വായിക്കാം. അശ്രാന്ത ഭക്തി വളരട്ടകമേ ജനന്യേ. അശ്രാന്ത ഭക്തി, അപ്പം ആ പ്രേമത്തഴപ്പ് ഇതിൽ വരും. അപ്പം ആദ്യമേ കേൾക്കണം അശ്രാന്ത ഭക്തി. അത്രമാത്രം കഠിനമായ ഭക്തി വേണം. വളരട്ടെ, അത്രമാത്രം വളരണം ഭക്തി. നമ്മൾ ഇന്നത്തെ അല്ല നാളെ വേണ്ടത്. ഇങ്ങനെ വളർന്ന് ഭക്തിക്കും വളർച്ചയുണ്ട്. ചെറിയ ഭക്തിയുണ്ട്, അതിന് കൂടുതലുണ്ട്. ഇങ്ങനെ അങ്ങ് അറ്റം വരുന്ന അശ്രാന്ത ഭക്തി വളർന്ന് അകമേ വളർന്നു നിന്നിട്ട് ജനന്യൈ മിത്രത്വം അത്ര തവ ചിത്തഗതിക്കടുത്തും. മിത്രത്വം അത്ര തവ, അതായത് തവ അമ്മയുടെ കൂടെ മിത്രത്വം. നമുക്ക് അമ്മയെ നമുക്ക് അത്രമാത്രം സ്നേഹമായപ്പം ഉദാഹരണത്തിന് ഭഗവാൻ കൃഷ്ണനും അർജുനനും സത്യത്തിൽ എത്രമാത്രം സുഹൃത്തുക്കളാ. ഭഗവാനും അർജുനനും അത്രമാത്രം ഒന്നായി നിന്നുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്ന എല്ലാം ഉപദേശങ്ങൾ. അത്രമാത്രം സ്നേഹമല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ അമ്മയെ ഒരു മിത്രമാക്കാം. അമ്മയുടെ എല്ലാം ഒരു സുഹൃത്തിനെ പോലെ എല്ലാം നമുക്ക് പറയാം. അങ്ങനെയാണ് അമ്മ. അതുകൊണ്ട് മിത്രത്വം അത്ര തവ ചിത്തഗതിക്കടുത്തും കൃത്യം വിചാരമിവ നിഷ്കളമാക്കി. നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളെല്ലാം നിഷ്കളങ്കമായിരിക്കണം. അത് അങ്ങനെ വരുമ്പോൾ എന്തുവരും? പ്രേമത്തഴപ്പ് അളവേ ഉളവാക്കി വാഴുക. ഇതെല്ലാം ഒത്തുവരണം. ഈ അശ്രാന്ത ഭക്തിയും അത് വളർന്നു വരുമ്പോൾ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ഒരു എന്താ പറയുക ഒരു സുഹൃത്താവും. പിന്നെ അത് ആ തവ ചിത്തഗതിക്ക് അടുത്ത് ആ മനസ്സിന് അത് അങ്ങനെ അടുത്ത് വരണം. അമ്മയായിട്ടുള്ള സ്നേഹം കൂടുമ്പോൾ മിത്രമായി സുഹൃത്തായി വന്ന് കൃത്യം അപ്പോൾ ഈ എന്ത് നമ്മളെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് അത് കൃത്യമായിട്ട് എന്ത് വേണം? നിഷ്കളമാക്കി വെക്കണം. നമ്മുടെ ഉള്ളെല്ലാം നിഷ്കളങ്കമായിരിക്കണം. ഒരു കടുവിൻ്റെ അത്ര പോലും നമ്മളെ കളങ്കാൻ പാടില്ല. ഒരു വാക്കിലായാലും ഒരു പ്രവൃത്തിയിലായാലും എന്തിലായാലും. അതുകൊണ്ട് അത് നിഷ്കളമാക്കി നീ പ്രേമത്തഴപ്പ് അളവേ ഉളവാക്കി വാഴുക. പ്രേമത്തഴപ്പ് അളവേ എന്നുവെച്ചാൽ അളവില്ലാതെ വണ്ണമാണ് പ്രേമത്തഴപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വാഴയ്ക്ക് ഈ വളങ്ങൾ എന്താ വളങ്ങളാ? ചിത്തശുദ്ധിയും അത്രമാത്രം നിഷ്കളങ്കമായ ഹൃദയവും അശ്രാന്ത ഭക്തിയും എല്ലാം കൂടെ വരുമ്പോൾ ആ തഴപ്പുണ്ടാകും. പ്രേമത്തിന് അത്രമാത്രം കാഠിന്യമായ പ്രേമമായിരിക്കും. തഴപ്പുണ്ടാവും. ഇത് വളമുണ്ട്. എന്ത് വളമാ? വാഴയ്ക്ക് വളം എന്താണ്? വെള്ളവും വളവും ഇടുന്നത് പോലെ നമ്മുടെ അമ്മയോടുള്ള പ്രേമത്തിന് അശ്രാന്ത ഭക്തിയും പിന്നെ എന്താ പറയുക ഒരു സുഹൃത്തിൻ്റെ എല്ലാം കൊണ്ടും ഉള്ള അത്രമാത്രം നിഷ്കളങ്കം എല്ലാം ആയി വരുമ്പോൾ എല്ലാ പ്രവൃത്തികളും നന്മയായി ഒരു അണുപോലും കളങ്കമില്ലാതെ എല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് വളം. ഇതാണ് വളം. എന്തിൻ്റെ വളമാ? അമ്മേന്നുള്ള വിളിക്കുമ്പോൾ അത്രമാത്രം ആ പ്രേമം അങ്ങേ അറ്റം ചെല്ലുന്നൊരു തഴപ്പാണ്. അത്രമാത്രം അതിന് എന്താ പറയുക, ഇത് ഉദാഹരണം ഇങ്ങനെയൊക്കെ പറയാതെ. കാരണം ഒരു ചെടിക്ക് വളമിട്ടാൽ എത്രമാത്രം തഴച്ചു വരുന്നു, ആ തഴപ്പ് നമ്മുടെ പ്രേമത്തിനുണ്ടാവണം, അമ്മയുള്ള സ്നേഹത്തിനുണ്ടാകണം. അങ്ങനെ പ്രേമത്തഴപ്പ് അളവേ, അത് അളവില്ലാത്ത പ്രേമമായി വരുമ്പം അങ്ങനെ നമ്മൾ വാഴണം. അളവേ ഉളവാക്കി നമ്മൾ വാഴുക. ഇതാണ് ഇന്ന്
നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും ഇനി ഇങ്ങനെ മുന്നോട്ട് ഉണ്ട് ഓരോന്നോരോന്ന്. നമ്മളിങ്ങനെ കുറച്ച് പഠിക്കണം. ഇത് പഠിച്ചങ്ങ് കളയല്ല, നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞത്? നമ്മൾ അന്നുള്ള ശ്രവണങ്ങൾ കേൾക്കുന്നതും നമ്മൾ ചെയ്യുന്നതും കരയുന്നതും, അത് രോദനം, മുറവിളി. ഒരു വീടാകുമ്പം പല ദിവസങ്ങളും പലതും നടക്കും. അതെല്ലാം നമ്മൾ അതും വെച്ച് നമ്മൾ അവിടെ കിടന്നങ്ങ് ചിലരിങ്ങനെ അതും വെച്ചുകൊണ്ട് എന്തെല്ലാം ക്രോധാലയത്തിൽ പോയി കിടന്ന് എന്തോ അവരുടെ പേര് ദശരഥ മഹാരാജൻ്റെ കൗസല്യ അല്ല കൈകേയിക്ക് ദേഷ്യം വരുമ്പോൾ ക്രോധാലയത്തിൽ പോയി കിടക്കാൻ കണക്ക് ഇന്ന് ഇവിടെ വഴക്കൂടി, ഇന്ന് അരിയും കറിയും കഞ്ഞിയൊന്നും വെക്കുന്നില്ല, ഇന്ന് ഇവിടെ നമ്മൾ മുറി പോയി കിടന്നാൽ ശരിയാവൂ? ഇതെല്ലാം അപ്പോഴേ അമ്മയിലങ്ങ് സമർപ്പിക്കുക. ഇതൊക്കെ അപ്പം നമ്മുടെ മനസ്സ് ശുദ്ധമായാലും അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മനസ്സിൽ നിന്ന് അങ്ങ് കളയണം, അവിടെ വെച്ചോ. കാരണം ഇത് ഇങ്ങനെ ലോകമേ ഇങ്ങനെയാ, അതിനാരും വിഷമിക്കണ്ട. ഇതെല്ലാം സംഭവിപ്പിക്കണം. ആ സംഭവിപ്പിക്കുന്നേ ദൈവം. കാരണം ഇതൊക്കെ എങ്ങനെ നമ്മൾ മുന്നോട്ട് തരണം ചെയ്ത് പോകും, അതിന് നമുക്ക് തന്നെ ഓരോ വളങ്ങളാണ്. അതും ഒരു വളമാണ്. ഈ തരുന്നതെല്ലാം വളമാണ്. അതിൽ കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഭഗവാൻ ഇതിങ്ങനെ ഒരുങ്ങുമ്പം പല വേദനകളോ കരച്ചിലൊക്കെ വരും. ഇതെല്ലാം അമ്മേ ഞാൻ സന്തോഷമായിട്ട് പറയാം, അമ്മേ ഇന്ന് എൻ്റെ ആ മനസ്സിൽ ഇത് ഇങ്ങനെയെല്ലാം ഉണ്ടമ്മേ, ഇന്ന എല്ലാ രീതിയിലുണ്ട്, എന്തെങ്കിലും തെറ്റൊന്നും ഇല്ലമ്മേ, അഥവാ ഉണ്ടായാലും എൻ്റെ തെറ്റുണ്ടമ്മേ, ഞാൻ തെറ്റുകാരി, പക്ഷേ എനിക്ക് അങ്ങനെ സംഭവിക്കുന്നമ്മേ, അതിന് അമ്മ എനിക്ക് കനിയണമേ, അങ്ങനെ ഒരു മനസ്സെനിക്ക് എന്നിൽ അത് ഉണ്ടാകരുതേ ഇനിയെങ്കിലും. അന്ന് ഉണ്ടായതെല്ലാം നമ്മൾ അമ്മേ ഇതെല്ലാം അവിടേക്ക് തന്നിരിക്കുന്നു, മനസ്സോടെ കൊടുക്കുക. പിന്നെ ആ ഉള്ളിൽ വരുമോ? നമ്മുടെ അത് അമ്മ പറഞ്ഞേക്കുന്നേ ഇതെല്ലാം അവിടെ അർപ്പിക്കണം. നമുക്ക് ഇത് സത്യമായ പുസ്തകമാണ്. ഇത് അത്രമാത്രം യോഗവസിദ്ധി അത് വലിയ മഹാത്മാവിൻ്റെ ഗ്രന്ഥമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനെ അങ്ങ് ഉറച്ച് അമ്മയിലങ്ങ് കൊടുക്കുക. നമ്മുടെ വിഷമം വേദന എല്ലാം അങ്ങ് അമ്മയെ അർപ്പിക്കുക. ഇത് ഞാൻ പറഞ്ഞിരുന്ന നമ്മുടെ വീടുകളിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ വിഷമിച്ചും ഇനി ഒരാഴ്ച അവിടെ ദുഃഖം ഇല്ല, ചിലർ മരിക്കുമ്പം 16 വരെ ദുഃഖം എന്ന് പറഞ്ഞ പോലെ ഇത് വഴക്കും വയ്യാവനെയും വിഷമങ്ങളും കരച്ചിലുകളൊക്കെ എപ്പോഴും ഉള്ളതാവും. ഒന്നീ മക്കളെ കൊണ്ട് ദുരിതം, അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് ഭർത്താവിന്, ഇങ്ങനെയെല്ലാം. അതുകൊണ്ട് അതും കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഈശ്വരനെ അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാവണമെങ്കിൽ നമ്മളെല്ലാം അമ്മയെ അങ്ങ് സമർപ്പിക്കുക. അമ്മ പറഞ്ഞേക്കുന്നത് അമ്മയിൽ സമർപ്പിച്ചോളാം, എന്തുണ്ടെങ്കിലും അമ്മയെ സമർപ്പിച്ചോളൂ. അന്നേരം നമ്മുടെ ഉള്ളിൽ ശുദ്ധമായാലേ നമുക്ക് യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രേമ തഴപ്പ് കൊടുക്കണ്ടേ അമ്മയ്ക്ക്? എന്നല്ല അമ്മ നല്ല പ്രസാദമായ കരുണയും കൃപയും ഇങ്ങോട്ട് തരുവുള്ളൂ. ആ പ്രേമമാകുന്ന തഴച്ച പ്രേമം അമ്മയിലേക്ക് അർപ്പിച്ചങ്ങ് കൊടുത്തെങ്കിൽ വളമുള്ള പ്രേമം. വെറുതെ ചിലരെങ്ങനെ പറയുക ആദായം പറ്റാൻ വേണ്ടിയുള്ള പ്രേമം കാണിക്കും. ഇതങ്ങനല്ല, നമ്മളെല്ലാം സഹിച്ചും എല്ലാം എന്തെല്ലാം വന്നാലും അതിലെ സഹനശക്തിയിലും ഇതെല്ലാം അമ്മയ്ക്ക് അർപ്പിച്ചിട്ട് എന്താ നമ്മുടെ ഹൃദയം അത്രത്തോളം അഴുക്കില്ലാത്ത മാലിന്യമില്ലാത്തൊരു ഹൃദയവും നല്ല പ്രവൃത്തികളും എല്ലാം ഈശ്വരൻ ഒക്കുന്ന പ്രവൃത്തി ആക്കി വരണം. ഇന്ന് നമുക്ക് തെറ്റുണ്ടോ? സാരമില്ല, അത് അമ്മേ ഇത്രയൊക്കെ തെറ്റെന്നെ വന്നു പോകുന്നല്ല അമ്മേ, അത് അടുത്ത സമയം അത് ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോന്നും മാറ്റി എടുക്കാൻ ശ്രമിക്കണം. എല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ മാറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം അതിൻ്റെ ചെയ്തിട്ടുള്ളവരായിരിക്കും ഈ ജന്മം അതൊന്നും ചെയ്യാതെ പോകുന്നത്. അതുകൊണ്ട് എന്നിട്ട് എന്തെല്ലാം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു. പക്ഷേ അമ്മയിൽ അർപ്പിക്കണമെന്ന് പറയാൻ എന്നെ പഠിപ്പിക്കാൻ ആളില്ലാതെ പോയി. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ വന്ന് ഞാൻ ഒന്നും ഈശ്വരനോട് പറയാറില്ല. എല്ലാം എൻ്റെ പ്രസവിച്ച അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് ഉള്ളത് എല്ലാം നേരെ അങ്ങ് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അമ്മ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കുന്നതോട് അധികമായ സ്നേഹം കൊടുക്കുകയും ചെയ്യും. അതാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം. അന്ന് അങ്ങനെയൊക്കെയാണോ മക്കളെ പോട്ട് എന്നൊന്നും പറയത്തില്ല. നമ്മളോട് ആരാ തെറ്റ് ചെയ്ത് അവരെ അങ്ങേയറ്റം അങ്ങ് സ്നേഹിക്കുക. എന്താ പിന്നെ എനിക്ക് മനസ്സിലായി, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവരെ സ്നേഹിക്കാമെങ്കിൽ അവർ നമ്മളെ അത്രത്തോളം കൂടെ ഇച്ചിരി കുറയ്ക്കും, നമ്മളുള്ള ഉപദ്രവം ഒന്ന് കുറയ്ക്കും. അതിനുവേണ്ടി അമ്മ അത് കാണിക്കുന്നത്. അമ്മയും കൂടെ ദേഷിച്ചിട്ട് പോയാൽ ഇത്തോടെ എനിക്ക് തരത്തില്ലയോ? അത് പേടിച്ചിട്ടങ്ങാണ്ടായിരിക്കും അമ്മ അന്നങ്ങനെ ചെയ്യുന്നത്. അവരെല്ലാം അക്കച്ചീന്ന് പറയും. അമ്മയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്നെ ആണെങ്കിൽ ഒത്തിരി അവരുടെ മുമ്പിട്ടാണ് എന്നെ കുറ്റം പറയും. അതാണ് അമ്മയുടെ സ്വഭാവം. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് എന്നോട് എന്തെങ്കിലും ഇതുപോലെ കുറ്റങ്ങൾ പറഞ്ഞാൽ പോലും എനിക്കുള്ള അമ്മ എൻ്റെ ഭാവണിന് ഒത്തു നിൽക്കത്തുള്ളൂ. നീ കൊടുത്തു മേടിച്ചതില്ലേ എന്ന് പറയത്തേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്നേഹം ആ മരുമോൻ അമ്മയടുത്തുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അദ്ദേഹം ഒരു മോനുമായിരുന്നു. സ്വന്തം അമ്മയെക്കാളും എൻ്റെ അമ്മയായിരുന്നു. അതുപോലായിരുന്നു നോക്കിയത്. അത്ര സ്നേഹത്തിലാണ് നോക്കിയത്. കാരണം എന്താ, അമ്മയുടെ ഓരോ വാക്കുകൾ, അതാണ് അമ്മ ഒരു മഹതിയായിരുന്നു. അക്കണക്കിന് എന്ത് ക്ഷമിക്കുകയും ചെയ്യും. ഇപ്പം എന്നെ ഇപ്പോൾ അനാവശ്യമായിട്ട് തന്നെ ഒന്നും കാര്യമില്ലാതെ എന്നെ ഒന്ന് അടിച്ചെന്നിരിക്കുക, അല്ലെങ്കിൽ അടിക്കത്തില്ല, ഒരിക്കലും അടിച്ചിട്ടുണ്ട്. അന്ന് നീ ഞാൻ അമ്മ ഇത് കണ്ടോ എന്ന് പറഞ്ഞ്, നീ കൊടുത്തു മേടിച്ചില്ലേ എന്ന് പറഞ്ഞു. അപ്പം കക്ഷി ഭയന്ന് നിൽക്കുക, അടിച്ചു പോയില്ലയോ. കാരണം അന്ന് ഈ വർക്കിനൊക്കെ പോകുമ്പം, വയറിങ്ങിനൊക്കെ പോകുമ്പം ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ കൊല്ലത്ത് അന്ന് ഞങ്ങൾ അവിടെ താമസിക്കും, ഇവിടെ ഒക്കെ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ അന്നൊക്കെ ഈ സ്ത്രീധനത്തിൻ്റെ പ്രശ്നമുണ്ട്.
ആ കാലങ്ങളിൽ. അപ്പോൾ അവിടെ വസ്തു വിൽക്കാത്തതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളായിരുന്നു. അത് വിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വിഷമം കാരണം അങ്ങ് പോയതാ. അപ്പോൾ ഇദ്ദേഹം അവിടെ വർക്കൊക്കെ വയറിങ്ങിൻ്റെയൊക്കെ ചെയ്യുമ്പം ഇവർ ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഓഫീസിലൊക്കെ പോകുമ്പം അവരൊക്കെ ഒന്ന് മിനുങ്ങിയിട്ട് വരുമ്പോൾ ഇദ്ദേഹം മിനുങ്ങിയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ ഈ ബാവണൻ്റെ ഈ അഞ്ചലത്തെ വിഷമങ്ങളും പിള്ളേരൊക്കെ അവർക്ക് ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കൾ, ഇവിടെ ആണെങ്കിൽ 7 മക്കളൊക്കെ ഉള്ള. അപ്പോൾ അവരുടെ ഓരോ പ്രശ്നങ്ങളും പിള്ളേരൊക്കെ കെട്ടിച്ചയക്കേണ്ടത് ഇതെല്ലാം ആ വിഷമങ്ങളെല്ലാം ഇങ്ങനെ വന്നതുകൊണ്ട് കത്തൊക്കെ അങ്ങോട്ട് ഇടും. അതുപോലെ ഈ മൂത്ത മകനാണ് ഉത്തരവാദിത്തം മൊത്തം ഈ മൂത്ത മകനാണ് ഉള്ളേക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് പോയാൽ അപ്പോൾ ഇവിടെ എത്രയോടെ അങ്ങ് വിഷമമായി ഇവിടുത്തെ അമ്മയ്ക്ക്, എൻ്റെ അമ്മായി അമ്മയ്ക്ക്. അപ്പോൾ കത്തും വിഷമങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിടുമ്പം ആ വിഷമവും ഇല്ല വെള്ളം ഇച്ചിരി മിനുങ്ങിയിട്ടുണ്ട് കൂടെ ആകുമ്പോഴത്തേക്ക് സുഖമായി. അങ്ങനെ എന്നെ ഒരൊട്ടി അടിച്ചിട്ടുള്ളു. അപ്പോൾ അമ്മ എന്ന് റോഡിൽ പോയിട്ട് തിരിച്ചുമ്പോൾ ഞാൻ പറയാം, അമ്മ കണ്ടോ ഇവിടെ ഇത്രയും നീര്, നീ കൊടുത്തു മേടിച്ചല്ലയോ എന്ന് പറയും. എനിക്ക് അത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നറിയാമോ. തെറ്റൊന്നും ചെയ്യാണ്ടാണ് എന്നെ അടിച്ചേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇദ്ദേഹത്തിനാണെങ്കിൽ വിറച്ച് നിൽക്കുമോ. അമ്മ വരുമ്പോൾ എന്താവുന്ന, എൻ്റെ അമ്മയല്ലേ ആള്. പാവണ്ണ ഒത്തു നിന്ന് ഇത്രയും പറയുമ്പോൾ തന്നെ സുഖമായി. പിന്നെ പേടിച്ചത് അണ്ണൻ വരുമ്പോൾ, എൻ്റെ അണ്ണൻ വന്ന വല്ല ഇനി ബന്ധം ഒഴിയേണ്ടി വരുമോ ഇതും കൊണ്ട് അന്നേരവും പേടിയായിരുന്നു. പക്ഷേ അണ്ണനെ അറിഞ്ഞതുപോലും ഇല്ല. അമ്മ ഇങ്ങനെയും പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അതുകൊണ്ട് പിന്നെ എന്നെ ഇനി എത്ര വെള്ളം അശ്രദ്ധ എന്നെ പിന്നെ ദേഹത്ത് തൊട്ടിട്ടില്ല. അല്ലാതൊക്കെ ഇത് ഇങ്ങനെ ഒരു സ്വഭാവം ഈ ജോലി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോണത്. അത് എത്ര പറഞ്ഞാലും അവർക്ക് അങ്ങനെ ചെയ്ത, കാരണം ഒരാൾ നോക്കി നിൽക്കുക ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊടുക്കാതിരിക്കണം, അവർക്ക് അതും കൊണ്ടാണ് നടക്കുന്നത്. ഈ ലോകമേ അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ ആ വർക്കിന് പോകാതിരിക്കണം. ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എന്നെ കാരണം അമ്മയുടെ ആ ഒരു വാക്ക് എത്രമാത്രം അതെല്ലാവരും പഠിക്കണം. ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. തള്ളമാരാണ് വളം വെച്ച് കൊടുക്കുന്നത് ഈ മക്കൾക്ക്. ഇങ്ങനെ ആയിപ്പോട്ടെ അവസാനം അതിന്മേലാണ് എൻ്റെ ബന്ധം ഒഴിയെ എല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ആ ഒരു സന്തോഷമായിട്ടൊരു വാക്ക് കൊടുത്തപ്പോൾ, നീ കൊടുത്തു മേടിച്ചിരുന്ന് എന്നോട് പറഞ്ഞ് ദേഷിച്ചല്ല, ഇങ്ങനെ നീ കൊടുത്തു മേടിച്ചതല്ലേ എന്ന് ഇങ്ങനെ ഇതേപോലെ പറഞ്ഞത്. ആർക്കും എനിക്കേ വിഷമം ഉണ്ടാവും അങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ. പക്ഷെ കേട്ടിരുന്ന ആളിന് എത്ര സന്തോഷം. പിന്നെ അമ്മയെ പൂവിട്ട് പൂജിക്കണമൊക്കെയല്ല ആ മരുമകൻ കാണുന്നത്. അത്രമാത്രം അങ്ങനെ അമ്മയുടെ സ്നേഹമായിരുന്നു. അമ്മ അങ്ങനെ ആ വസ്തുക്കളെല്ലാം എഴുതി വിറ്റ് ഇവിടെ കൊണ്ട് വാവണ്ണൻ്റെ പേർക്കൂടെ വാങ്ങിച്ചു. 1-ാം കക്ഷി ഇവിടെ വാവണ്ണ വെച്ചത്. കാരണം പെങ്ങന്മാരൊക്കെ അയക്കുമ്പോൾ എല്ലാം കുടുംബ ഓഹരി എല്ലാം അങ്ങ് കൊടുത്ത്, ഉണ്ടാക്കിയതും കൊടുത്ത് എല്ലാം കൊടുത്ത് അങ്ങനെ ചെയ്തപ്പം ഇദ്ദേഹത്തിന് 1 സെൻറ്റ് പോലും ഇല്ല. അങ്ങനെ അപ്പം അമ്മയുടെ മരണശേഷം ഇതെല്ലാം വിറ്റിട്ട് കൊണ്ടുവന്ന എൻ്റെ ഭർത്താവിന് 1-ാം കക്ഷി വെച്ചിട്ട് അമ്മയ്ക്ക് മരണശേഷം വെച്ച് അങ്ങനെ എല്ലാം കൊണ്ടുവന്ന എല്ലാം ഇദ്ദേഹത്തിൻ്റെ പേർക്കും കൂടെ അങ്ങനെ എഴുതിയത്. അതൊക്കെ ഞാനും കൂടെ അങ്ങനെ സമ്മതിച്ച് തന്നെയാണ്. അതുകൊണ്ട് അമ്മ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്വന്തം അമ്മയെ കാണുവാണ്. കാരണം സ്വന്തം അമ്മയ്ക്ക് മൂത്ത മകനായതുകൊണ്ട് ഇളയ പെൺപിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടും എല്ലാം കൊണ്ടും ഒരു അകൽച്ച ഉണ്ട്. അത്രയേ ഉള്ളൂ. ലാളിച്ചൊന്നും വളർത്താനൊന്നും പറ്റിയിട്ടില്ല. സ്നേഹവും ലാളനയും എൻ്റെ അമ്മയടുത്തായിരുന്നു. അമ്മയടുത്ത് എന്തും പറയുക എടുക്കുകയൊക്കെ അങ്ങനെ ഒരു യഥാർത്ഥ അമ്മയെ കിട്ടിയത് വാണപ്പോഴാണ്. അതുപോലെ ഇല്ല ഇളയ പിള്ളേരൊക്കെ ഞാൻ വരുമ്പോഴും 6 വയസ്സോ 5 വയസ്സുള്ള കുട്ടിയുണ്ട്. ഇദ്ദേഹത്തിന് 26 വയസ്സുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ വളർന്നത് കൊണ്ട് ഇതിപ്പോൾ ഇവിടെയൊക്കെയുള്ളവർ കേട്ടാലും എനിക്കൊന്നുമില്ല, കാരണം ഞാൻ സത്യമല്ലേ പറയാ. ഇതൊക്കെ അറിയണം, മക്കളെല്ലാം ഇതൊക്കെ പഠിക്കണം. കാരണം ഈ ലോകത്ത് ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഇതിൽ കൂടി വേണം വളരാൻ, ഇതിൽ കൂടെ നന്മ കൊണ്ട് നിറയ്ക്കാനും നമ്മൾ ഇതിൽ കൂടി വേണം. കല്ലും മുള്ളും നിറഞ്ഞ ജീവിതമാണ് ഈ ലോകം. എന്നാൽ അതിൽ നിന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ വയസ്സുകാലത്തെങ്കിലും നമുക്ക് ആനന്ദത്തിൽ ലയിച്ച് ഈശ്വരങ്ങളിൽ പോകണ്ട. ലയമാണ് ഈശ്വരങ്ങളിലേക്ക് പോകണ. കൈവല്യം നിറഞ്ഞ നമ്മൾ ഭഗവാനായിട്ട് ലയിക്കുന്നതാണ്. ആ ഒരു അവസ്ഥ ആകുമ്പോൾ എല്ലാ ദുഃഖ ദുരിതത്തിൽ നിന്നെല്ലാം നമുക്ക് കരകയറാൻ പറ്റും. ഈ ഇതെന്ന് പറയുന്നത് സംസാര സാഗരം, കടൽ പോലെയുള്ള ദുരിതമാണ്. അതിൽ നിന്ന് ആനന്ദത്തിൽ നിറഞ്ഞ് എപ്പോഴും ദുഃഖം വന്നാലും സുഖം വന്നാലും സമചിത്തതയോടെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് ഈ ജീവിതം ഇല്ലാതെ നടക്കത്തില്ല. ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോയി. എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ ഈ അനുഭവം ഞാൻ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ എല്ലാമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അല്പമേ ഒന്ന് ഇട്ട്, കാരണം അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇത് എൻ്റെ മക്കളൊക്കെ ഇത് പഠിച്ച് വളരണം. ഇങ്ങനെ ഒരു ദുഃഖം വന്നാൽ അവിടെ കിടന്ന് വലഞ്ഞു പോയി പ്രാർത്ഥന പറ്റുന്നില്ല, ഇങ്ങനെ ദുരിതം അല്ലെങ്കിൽ അടി കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലെല്ലാം ആർക്ക് കൊടുക്കണം? പൂജയായി അർച്ചനയായി അമ്മയെ അങ്ങ് സമർപ്പിക്കുക. അമ്മയെ പരാശക്തി ദേവി എന്നിൽ നിന്ന് ഇത്രയെല്ലാം ഉണ്ട്, അമ്മ അങ്ങ് പറ്റിക്കോ, എല്ലാം ഞാൻ അവിടേക്ക് സമർപ്പിക്കുന്നു. പരമശുദ്ധമായ നമ്മുടെ ഹൃദയം ആനന്ദത്തിൽ നമുക്ക് വീണ്ടും ധ്യാനിച്ചൂടെ, പ്രാർത്ഥിച്ചൂടെ, എന്തെല്ലാം സന്തോഷമാവും. അതുകൊണ്ട് ഹൃദയത്തിൽ വെച്ചിരുന്ന് പുണ്ണാക്കണ്ട. അപ്പോഴേ അമ്മയിലങ്ങ് സമർപ്പിക്കുക. ഇത്രയെല്ലാം നാളെ എന്തുണ്ടോ അതും അതുപോലെ. അവസാനം ഒന്നുമില്ല. നമ്മളെ
നമ്മൾ പോകെ പോകെ വളരും. വളർന്ന് വളർന്ന് 60 വർഷം കഴിയുമ്പോൾ പിന്നെ ഇതൊക്കെ ഒന്നും അല്ലാതെ വരും. നമുക്ക് ഇതിൽ പിന്നെ ഒന്നും കാരണം നമ്മൾ തെറ്റ് ചെയ്യത്തില്ല. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പിന്നെ പിന്നെ ഈശ്വരനെ അറിഞ്ഞറി വരുന്നവരും പിന്നെ ഒരു തെറ്റ് നമ്മൾ ചെയ്തു. കാരണം ആ കൃപ വന്നു തുടങ്ങിയ പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ, കാരണം അമൃത് കഴിച്ചോ പിന്നെ അമേധ്യത്തിന് പോകത്തില്ല. യഥാർത്ഥ ഒരു രുചി, ആത്മീയമായ രുചി, ആനന്ദ അമൃത് നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ലോകത്തിലേക്കുള്ള യാതൊരു ഇതൊക്കെ അമേധ്യമാണ്. കാരണം അത്രമാത്രം നികൃഷ്ടമാണെന്ന് നമ്മൾ കാണും. അതുകൊണ്ട് പിന്നെ ആ ഒരു ചിന്തയെ നമുക്ക് വരത്തില്ല. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാൻ അപ്പോൾ നമ്മുടെ പ്രായവും അത്രത്തോളം ആവും. അതിനുമ്പോൾ എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ധ്യാനിക്കണം, എന്നാലേ നമുക്ക് എന്താ പറയുക സമാധാനവും ശാന്തി ഉണ്ടാവും. എങ്ങനെ ധ്യാനിക്കണം? ആദ്യമേ ഞാൻ പഠിച്ചതുപോലെ പറഞ്ഞത് അങ്ങനെയാണ്. ധ്യാനത്തിനിരിക്കുന്ന മുമ്പേ നമ്മൾ നന്നായി ആരാധിക്കണം ഭഗവാനെ. കൃപ അത്രമാത്രം ആനന്ദത്തിൽ അർത്ഥം അറിഞ്ഞ് ആനന്ദിച്ച് ഒരു 2-3 കീർത്തനങ്ങൾ അങ്ങനെ പാടി. ഒരു കീർത്തനം തോന്നിയിട്ടത്തില്ല, ഒന്നും മതി. അത് ഒത്തിരി നേട്ടം അങ്ങനെ ചൊല്ലി ഇരുന്നാലും മതി. അങ്ങനെ ഇരുന്നിരുന്ന് വരുമ്പോൾ ഒരു ലയം വരും. പിന്നെ നമ്മൾ മിണ്ടാതെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഉണരുമ്പം ചിലപ്പം ആദ്യമൊക്കെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ അതൊന്നും അപ്പോഴും നമ്മൾ അറിയില്ല. ഇല്ല, ലയത്തിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയല്ലയോ, അയ്യോ ഇത്രയും കണ്ണുനീരൊക്കെ വന്ന് പിന്നെ നമ്മൾ അപ്പോൾ എണീക്കുമ്പോൾ തന്നെ ഇപ്പോൾ അതിൽ ലയിച്ചങ്ങിരുന്നാൽ നമ്മൾ ഒരുപാട് സമയം. അപ്പോൾ ഈ പ്രാർത്ഥിച്ചിട്ടിരിക്കാൻ പറയാൻ എന്തിനാണെന്ന് അറിയാം, പെട്ടെന്ന് നമുക്ക് ലയം കിട്ടാനാണ്. വെറുതെ ഒന്നും ഈശ്വര എന്നുള്ള ചിന്ത ഇല്ലാണ്ട് നിന്നിരുന്നാൽ നമുക്ക് മുഷിവുണ്ടായി നമ്മൾ എണീച്ച് പോരും. എനിക്കത് എൻ്റെ ശീലം ഞാൻ പറഞ്ഞു തരുക. എല്ലാവരും തന്നെ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, ഞാനിങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ അവസ്ഥ പറഞ്ഞു തരും, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒത്തിരി നേരം കൊണ്ട് നമസ്കാരം പറയുന്നു. ഇന്ന് ഇത്രയൊക്കെ പോരെ. നമുക്കിത് എല്ലാവരും ഇത് പഠിക്കണം മക്കളെ. ഇത് പഠിക്കാനാണ്. ഇത് പഠിച്ച് പ്രവൃത്തിയിൽ വരുമ്പോഴേ നമുക്കതിൻ്റെ രുചി അറിയാൻ പറ്റും. 2-3 കീർത്തനം ചൊല്ലി ഇറങ്ങി അവിടെ നിന്ന് ചൊല്ലി പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് പോയാൽ എന്ത് ലയിക്കാനാണ്? ലയം എന്ന് പറയുന്നത് എന്താണ്? ആരാധിച്ച് ഒരു നാമമായാലും ഒരുപാട് ആവർത്തിച്ചാൽ ഒരു നാമം തന്നെ മതി. അത് കുറേ നേരം നമുക്കൊരു അതിലോട്ട് ശ്രദ്ധിച്ച് ഈ പരമാത്മാവ് ആ ദേവിയിലോട്ടോ അല്ലെങ്കിൽ ഏത് ഈശ്വരനായാലും മതി, അല്ലെങ്കിൽ കൃഷ്ണനായാലും എന്തായാലും മതി. ഞാൻ ഈ പറയുന്നത് ദേവി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ. അമ്മയാണ് അത്രയും നമുക്ക് അമ്മയല്ലയോ എന്നുള്ളതേ ഉള്ളൂ. എനിക്കെല്ലാം തുല്യമാണ്. എനിക്ക് കൃഷ്ണ എന്ന് പറഞ്ഞാലും അമ്മയെല്ലാം എനിക്കൊപ്പം. കാരണം ഞാൻ അങ്ങനെ കൃഷ്ണ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ആയത്. ഇത് വായിച്ചപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് ഇതൊക്കെ വായിച്ചു തുടങ്ങിയത്. അനുമ്പോൾ ഇത് വായിക്കുമെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം ഇതൊക്കെ എടുത്തുനിന്ന് വായിച്ചാൽ ഇതൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പം എനിക്കത് മനസ്സിലാവും, ഇതൊക്കെ ഇന്നതാന്ന് കുറേയൊക്കെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അമ്മയും അച്ഛനും എല്ലാം ഒന്നുപോലെ തന്നെയാണ്. ഏത് നാമത്തിലായാലും കുറേ നേരം ഇത് പ്രാർത്ഥിച്ചിട്ട് ധ്യാനിക്കാതിരിക്കുക. പരാശക്തിയായിരിക്കുന്ന എന്തുമല്ല ആത്മഭാവമാണ് നമ്മുടെ ഉള്ളിലെ അരൂപിയായിരിക്കുന്ന ആ പരമാത്മാവിന് ഒരു ആത്മഭാവം, അത് ആ ചൈതന്യം അത് തന്നെ അതിലോട്ടങ്ങ് ലയിച്ചാൽ മതി. അങ്ങനെയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും പറയുന്നു, ഹരി ഓം ഹരി ഓം ഹരി ഓം.